ഹലോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡേയിലെ കാഴ്ചകളിലേക്ക് പോവാം കേട്ടോ. സെക്കൻഡ് ഡേ ഞങ്ങൾക്ക് ബേലൂർ ലേക്ക് ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നൊരു 1 അവർ ഹാർഡ്ലി ഒരു 1 അവർ ട്രാവൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറി മിസ്സുമാരുടെ കൂടെ. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ അത് തണുപ്പടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് ഞങ്ങൾ ഒഴിവാക്കി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് സ്പീഡ് ബോട്ടിൽ ഒരുമിച്ച് കയറുകയുണ്ടായത്. ഞങ്ങളൊരു ചെറിയ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ബേലൂർ അമ്പലത്തിലേക്ക് പോന്നു. നല്ലൊരു ഇതാട്ടോ, വെർത്ത് വാച്ചിങ് ആണ്. ഒട്ടും നമുക്ക് നഷ്ടം തോന്നില്ല. കാരണം അത്രയും നല്ല പിക്ചേഴ്സ് എടുക്കാനാണെങ്കിലും ഉണ്ട്, വീഡിയോസ് ആണെങ്കിലും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അതിൻ്റെ ഓരോ സ്കൾപ്ചേഴ്സും യുണീക്കാണ്. പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് കയറി ഞങ്ങളെല്ലാവരും. അകത്തുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. പിന്നെ ഞാൻ ഇത് ഫോക്കസ് ചെയ്യുന്നില്ല കേട്ടോ, വിഗ്രഹം ഫോക്കസ് ചെയ്യാൻ പാടില്ലല്ലോ. അമ്പലത്തിൻ്റെ ഒരു വൈഡ് വ്യൂ ആണിത്. നല്ല രസമാണ്. മെയിൻ ആയിട്ട് നമുക്ക് ക്ഷേത്രം വരുന്ന നടുക്ക്, അത് കഴിഞ്ഞ് സബ്ബായിട്ട് ഉപദേവന്മാരും ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. ഞങ്ങൾ ഓരോ സെക്ഷനിലും ഇന്നിങ്ങനെ ഫോട്ടോ എടുത്ത് വരുമായിരുന്നു. പിന്നെ അവിടെ വെച്ചിട്ട് ഞാൻ കുറച്ച് ഡാൻസ് റീൽസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നല്ല ഡാൻസിൻ്റെ ഒക്കെ പോസുകൾ കൊടുക്കാനായിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നേരെ പോയത് കൂർഗിലേക്കാണ്. അവിടെ ബാംബു ഫോറസ്റ്റിലേക്കാണ് പിന്നെ പോയത് ഷോപ്പിങ്ങിന് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബാംബു ഫോറസ്റ്റിലേക്ക് പോയി. ബാംബു ഫോറസ്റ്റിൽ അവിടെ നല്ല ഷോപ്പ് ചെയ്യാൻ പറ്റിയ ടൈമിൽ തന്നെ ഞങ്ങൾ ചെന്നത്. പക്ഷെ എല്ലാവരും തന്നെ ഏകദേശം നല്ല ടയേർഡായിരുന്നു. യാത്ര നല്ല ട്രാവൽ ചെയ്ത് നല്ല രീതിക്ക് ടയേർഡായി. പിന്നെ ഞാനൊരു ബാഗ് വാങ്ങിച്ചു അമ്മയ്ക്ക്. പിന്നെ ഒരു സൈഡ് ബാഗ്, ചെറുതും ഒരു വലുതുമാണ് വാങ്ങിച്ചത്. നല്ല രീതിക്കൊക്കെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ കിട്ടും കേട്ടോ. നല്ലൊരു ഓപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഷോപ്പ് ചെയ്യാനായിട്ട്. ബാംബു ഫോറസ്റ്റിന് പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ റിസോർട്ടിലേക്ക്. ഒരു കോട്ടേജായിരുന്നു എടുത്തിരുന്നത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് എല്ലാവരും വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ക്യാമ്പ് ഫയറിന് നിൽക്കണം എന്നായിരുന്നു. പക്ഷേ എല്ലാ പ്ലാനും പൊളിഞ്ഞു. നമ്മുടെ സമയക്കുറവ് കാരണം അത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് അന്ന് രാത്രിയിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. അത് അടിപൊളിയായിരുന്നു കേട്ടോ, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു, ചപ്പാത്തി, പൊറോട്ട. പിന്നെ ഞാൻ വെജ് ആയതുകൊണ്ട് പനീറും സോയ ചങ്ക്സും ആയിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ആവറേജ് ഫുഡേ ഉണ്ടായിരുന്നുള്ളൂ. അത് എത്രയാണെങ്കിലും നമ്മൾ ആ കേരളം വിട്ടു പോകുമ്പോൾ ഉള്ളൊരു ആ ഫുഡിൻ്റെ സ്റ്റാൻഡേർഡിന് ഇത് ചേഞ്ച് ഉണ്ടല്ലോ, അത് നമുക്ക് പിടിക്കത്തില്ലല്ലോ. രാത്രി പൂൾ ടൈം ആയിരുന്നു കേട്ടോ, ഒരു 11 മണിയൊക്കെ ആ സമയമായപ്പോഴത്തേക്കും. പക്ഷേ ഞാൻ ഇറങ്ങിയില്ല. കാരണം തണുപ്പൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ജലദോഷം വരും. അപ്പോൾ അത് കാരണം പിന്നെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ള കാരണം റിസ്ക് എടുക്കാൻ തോന്നിയില്ല. പിന്നീട് ഒരിക്കലാവാമെന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. രാവിലെ നല്ല ആംബിയൻസ് ആയിരുന്നു, മിസ്റ്റൊക്കെ ആയിട്ട്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോയത് ഫുഡ് കഴിച്ചിട്ട്. കൂർഗൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പോയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയായിരുന്നു. പിന്നെ ഞാനാണെങ്കിലും എൻ്റെ പാരൻസിൻ്റെ കൂടെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ വരുമ്പോൾ ഉള്ളൊരു വൈബ് എന്ന് പറഞ്ഞത് വേറെയാണല്ലോ. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. മുൻപ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു ചേഞ്ച് പോലും വരുത്തിയിട്ടില്ല. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു.
പിന്നെ ഒരു ഡിഫറെൻറ്റ് ഇതായിരുന്നു. അവിടുത്തെ ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ വേറെ എവിടെയോ എത്തി എന്നൊരു തോന്നൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും രസമായിരുന്നു കേട്ടോ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വസ്ത്രം ധരിക്കുന്ന അവരുടെ രീതിയാണ്. അവിടെയുള്ള ആളുകൾ, അതാണ് ഏറ്റവും യുണീക്കായിട്ട് ഉള്ളത് ഇതിനകത്ത്. ഗോൾഡൻ ടെമ്പിളിൽ പോകുമ്പോൾ അത് കണ്ട് ഇരിക്കാൻ തന്നെ നമുക്കൊരു നല്ല രസമാണ്. അവരുടെ ആ ട്രഡീഷൻസൊക്കെ ഇപ്പോഴും അവർ ഫോളോ ചെയ്ത് പോകുന്നു എന്ന് കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇതാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ മിക്കവരും തന്നെ, അത് കാണുന്നവർ കണ്ടിട്ടുണ്ടാവും. എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ടും കൂടെ പറയുകയാണ്. നല്ല തണുപ്പായിരുന്നു കേട്ടോ അവിടെ. ഈ പറഞ്ഞ പോലെ സ്വെറ്റർ ഇടാൻ പാകത്തിനുള്ള തണുപ്പല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു കംഫേർട്ടബിളായിട്ടുള്ളൊരു തണുപ്പുള്ളതായിരുന്നു. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ ഒരു 10 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ കൂർഗിൽ നിന്ന് തിരിച്ചു. നേരെ വയനാട് ത്രൂ ഞങ്ങൾ നേരെ കോഴിക്കോട്ടേക്ക് പോന്നു. വയനാട് സ്റ്റോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ഞങ്ങൾക്ക് പാക്കേജുകാർ ഒരു ഉണ്ണിയപ്പമൊക്കെ തന്നു കേട്ടോ, വയനാട് നിന്ന്. അവിടുത്തെ സ്പെഷ്യലാണെന്ന് പറഞ്ഞ്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഞങ്ങളൊരു വയനാട്ടിൽ തന്നെ ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. എനിക്ക് ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, ആവറേജ് ഫുഡായിരുന്നു. അത് ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോൾ തന്നെ ഒരു സമയമായി. അതുകൊണ്ട് വേറെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ടൈം കിട്ടിയത് അവിടെ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾമോസ്റ്റ് ഒരു 2 hours ഓളം കിട്ടി ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട്. ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. സുഖമായതാണെന്നത് കുഴിഞ്ഞു പോണ. ഞങ്ങൾക്ക് ബീച്ചിൽ അവിടെ കടലിലേക്കൊന്നും ഇറങ്ങാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല. നല്ല നൈറ്റായിരുന്നു, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണം അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ദുഃഖമുണ്ട്. പിന്നെ ഒരു ടൂറാകുമ്പോൾ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തോടെ നടക്കണമെന്നില്ലല്ലോ. ഇപ്പോൾ ട്രാഫിക്കിൻ്റെത് വെച്ച് അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് വേരി ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു ഇത്. ഞങ്ങൾ വീട്ടിലേക്ക് പോരുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഉള്ളതൊക്കെ വെച്ചിട്ട് അങ്ങ് എൻജോയ് ചെയ്തു. കാണത്തില്ല, ഒന്നും കണ്ടില്ല. പൊട്ടി സൗണ്ട് കിട്ടും. ഒന്നുകൂടെ കാലിലിട്ട് പൊട്ടിക്കരുതട്ടോ ചേട്ടാ. പൊട്ടാതെ പൊട്ടിക്കുന്ന ഒരു വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു, പക്ഷെ അത് പാളിപ്പോയി. ടൂർ എൻഡിങ്. അപ്പോൾ ഞങ്ങൾ എനിക്ക് ചപ്പാത്തി ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ എൻജോയ് ചെയ്താണ് പോകുന്നത്. ഞങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു 1 മണി 2 മണി വരെ പാട്ട് ഡാൻസൊക്കെ ആയിട്ട് ബസ്സിൽ. പിന്നെ എല്ലാവരും ടയേർഡായി. ഞങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു 5:30 കോളേജിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ 4 ദിവസത്തെ ട്രിപ്പിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ മുൻപൊന്നും സ്കൂൾ ടൈമിൽ നിന്നും ടൂറിനൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല എനിക്കിതൊക്കെ പുതുമകളായിട്ട് തോന്നുന്നത്. എന്തായാലും ഇത് വെറും ഒരു വീഡിയോ മാത്രമല്ല, ഇതെനിക്ക് എപ്പോഴും സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന എൻ്റെ ഡിഗ്രി മെമ്മറീസാണ്. ഇതിന് ഒരുപാട് ഈ ടൂറിന് പാകപ്പെടുകളുണ്ട്. കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും തന്നെ നല്ല രീതിക്ക് കോർഡിനേറ്റ് ചെയ്ത്, ഞങ്ങൾ പോയ 54 പേര് നല്ല രീതിക്ക് കോർഡിനേറ്റ് ചെയ്ത കാരണം ഒരു നല്ല രീതിക്ക് തന്നെ ഈ ടൂറ് ഇതാക്കാൻ പറ്റി എന്നുള്ള കാര്യത്തിലും ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ. ഇത് ഞങ്ങൾ പാക്കേജ് അറേഞ്ച് ചെയ്തിരുന്നത് ഹോഗ് എക്സ്പെഡിഷൻസ് ആണ്. ഇവിടെ കോതമംഗലം തന്നെയുള്ള ഹോഗ് എക്സ്പെഡിഷൻസ് ആണ് ചെയ്തിരുന്നത്. നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നു. അവരാണ് ഇതിൻ്റെ ഈ ഒരു ടൂർ ഗംഭീരമാക്കാനായിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് തന്നെ. എല്ലാം നല്ല രീതിക്ക് തന്നെ അവർ കോർഡിനേറ്റ് ചെയ്തു തന്നു. അതിന് ഹോഗ് എക്സ്പെഡിഷൻസിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇത് അവിടെ ഹോഗ് അവരുടെ പേജിലിട്ട വീഡിയോ ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ സോങ് ആഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് സോങ്ങിൻ്റെ ഇത് ആഡ് ചെയ്യാത്തത്. അതവർ നല്ല രീതിക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എനിക്കിഷ്ടം തോന്നിയതുകൊണ്ട് ഞാൻ ഇതും കൂടെ ആഡ് ചെയ്യുകയാണ് കേട്ടോ.